Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So today we Commerce Bytes are here with the next video of 2017 previous year question paper August series ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2017 നമ്മൾ ഓൾറെഡി ഫെബ്രുവരി പോർഷൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടിരിക്കണം. ആൻഡ് ഇപ്പോൾ നമ്മൾ പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഓഗസ്റ്റ് സീരീസിൻ്റെ പാർട്ട് 1, 2, 3 ഓൾറെഡി 2017 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് എന്ന പ്ലേലിസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വി ആർ ഹാവിങ് ബാലൻസ് 11 പ്ലേലിസ്റ്റ് ക്രിയേറ്റഡ്. അതിൽ നമ്മൾ പേപ്പർ 1 വേണ്ടി എക്സ്ക്ലൂസീവ്ലി കുറേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നമ്മളൊരു 95% പോർഷൻ പേപ്പർ 1 കേരള സെറ്റിൻ്റെ പേപ്പർ 1 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ആ ഒരു സീരീസിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ദിസ് സീരീസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു ഇഫ് യു പീപ്പിൾ ആർ എ സീരിയസ് കാൻഡിഡേറ്റ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ കേരള സെറ്റ് 2021. പിന്നെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ട് 20 വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് വെരി യൂസ്ഫുൾ ഫോർ യു. ആൻഡ് അതുപോലെ തന്നെ കുറേ അധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ സീരീസ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ റിസർച്ച് സീരീസ്, ഹയർ എഡ്യൂക്കേഷൻ സീരീസ് ആൻഡ് കുറേ അധികം ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് 2020, 2019, 2018 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ ഒരു കാര്യം ആഡ് ഓൺ ചെയ്തോട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ട്, എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, മാം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, നിങ്ങൾ അങ്ങനെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഇമെയിൽ അസ് അറ്റ് commercebytes24@gmail.com. നമ്മൾ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ യു പീപ്പിൾ ക്യാൻ ചെക്ക് ഔട്ട് ആൻഡ് മെയിൽ അസ് അറ്റ് ദാറ്റ് സൈറ്റ്. ഓക്കെ, so without much delay, let's move to our question paper series. Okay, so now let's move to the first question. Which of the following is true about guidance? Options are: option A, guidance not always personal; option B, guidance can be rendered by any person; and option C, guidance aimed at capacity for self-direction; and option D, guidance is giving instruction to another person. ഈ 4 ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഓപ്ഷനും ഗൈഡൻസ് എന്ന് പറയുന്ന ടേം വെച്ച് സിമിലർ ആണ്. നമുക്ക് ആ 4 ഓപ്ഷൻസും കറക്റ്റാണ് എന്ന് നമുക്ക് തോന്നുള്ളൂ. ബട്ട് നമ്മളിതിൽ നിന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കറക്റ്റ് ആൻസർ വേണം സെലക്ട് ചെയ്യാൻ, അല്ലേ? സോ അക്കോർഡിംഗ് ടു ഗൈഡൻസ് കൗൺസിലിംഗ് സർവീസിൻ്റെ മെയിൻ എയിം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടു എൻകറേജ് സ്റ്റുഡൻസ് അക്കാഡമിക്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ അക്കാഡമിക്, അതായത് പഠിത്തത്തിനെ ബേസ് ചെയ്തും, അതുപോലെ തന്നെ സോഷ്യലി, അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ഇമോഷണൽ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ഇതിനെല്ലാം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈഡൻസ് കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ മെയിനായിട്ടുള്ള എയിം. ടു റീച്ച് this aim, guidance counseling services help students to get know themselves better and find effective solution to their daily problems. ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാവുന്ന ഡെയിലി അവൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് എഫക്റ്റീവായിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, അത് ആ ഒരു സ്റ്റുഡൻറ്റ് തന്നെ എഫക്റ്റീവായിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് ഗൈഡൻസ് എന്ന് പറയുന്ന ടേം കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ആപ്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, അതായത് ഗൈഡൻസ് എയിം അറ്റ് കപ്പാസിറ്റി ഫോർ സെൽഫ് ഡിറക്ഷൻ എന്നാണ്. ഓക്കെ, ബാക്കി ഇവിടെ മെൻഷൻ ചെയ്യുന്ന ഓപ്ഷൻ ബി ആണെങ്കിലും ഓപ്ഷൻ എ ആണെങ്കിലും ഡി ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് ഒരു കറക്റ്റ് ഓപ്ഷനാണ്. പക്ഷേ നമ്മൾക്ക് എന്താണ് ഇവിടെ ഓപ്ഷൻ ഏതെങ്കിലും ഒന്നല്ലേ, അതും ആപ്റ്റായിട്ടൊരു ഓപ്ഷനല്ലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ഗൈഡൻസ് എയിം അറ്റ് കപ്പാസിറ്റി ഫോർ സെൽഫ് ഡിറക്ഷൻ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് ദിസ് ക്വസ്റ്റ്യൻ റൈറ്റ്. So now let's move to the next question. What would an ideal teacher do if a student is found to give wrong answers deliberately? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മാതൃക ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഒരു സിറ്റുവേഷൻ ഇവിടെ തന്നിട്ടുള്ളത്, ഒരു സ്റ്റുഡൻറ്റിനോട് നമ്മൾ എപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവൻ മനഃപൂർവ്വം തന്നെ റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ആക്ഷനാണ് എടുക്കുന്നത്? ആസ് എ ഐഡിയൽ ടീച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പോസിറ്റീവായിട്ടൊരു ടീച്ചറാവാൻ ട്രൈ ചെയ്യുക. ഓക്കെ,
എന്നിട്ട് നമ്മളൊരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ നിന്ന് മാത്രം ചിന്തിച്ച് ഈ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അത് സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം അവനെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷനിൽ നിന്ന് ഒരു പ്രോബ്ലം ബേസ്ഡ്, ഇപ്പോൾ ഇതൊരു സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുന്നത്, ആ ഒരു കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുപോലുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് തരുന്നത്. ഓക്കെ, സോ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ മെയിൻ എയിം നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്ന് ആ കേരള സെറ്റ് എക്സാമിനേഴ്സിന് മനസ്സിലാവണം. സോ നമുക്കിവിടെ സമയം കളയാതെ തന്നെ ഈ 4 ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് ആസ്ക് സ്റ്റുഡൻസ് ടു ബ്രിങ് ഹിസ് പാരൻസ്. എന്ത് പറഞ്ഞാലും അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ അവൻ്റെ പാരൻസിന് കോൾ യുവർ പാരൻസ്, ടുമോറോ കം വിത്ത് യുവർ പാരൻസ് എന്ന് പറയുന്ന രീതിയൊക്കെ മാറി. ഓക്കെ, അങ്ങനെ ഒരു അപ്രോച്ച് നമ്മൾ സ്റ്റുഡൻറ്റിനോട് കാണിക്കുമ്പോൾ ആ കുട്ടിക്കാണ് അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. ആൻഡ് ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, എൻക്വയർ ഇൻ ടു റീസൺസ് ഫോർ ഹിസ് ബിഹേവിയർ. ആസ് എ ട്രൂ ടീച്ചർ ആൻഡ് ആസ് മൈ ഫ്യൂച്ചർ ടീച്ചേഴ്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഓപ്ഷൻ ബി പോലെ ആയിരിക്കണം നിങ്ങൾ ആക്ട് ചെയ്യേണ്ടത്. അണ്ടർസ്റ്റുഡ്? ആക്ട് ചെയ്യേണ്ടത് ഇൻ ദ സെൻസ് ബിഹേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ് മനഃപൂർവ്വം തന്നെ തെറ്റായിട്ട് ആൻസേഴ്സ് തരുമ്പോൾ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് അവൻ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയെ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ് അല്ലേ. സോ ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. അല്ലാതെ ഇപ്പോൾ ഓപ്ഷൻ സിയും ഡിയും പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പോൾ ഓപ്ഷൻ സിയിൽ പറഞ്ഞാൽ എന്താ, വിൽ നോട്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ഹിം ഫർദർ. പിന്നീട് അങ്ങോട്ട് ആ കുട്ടിയെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ കുട്ടിയോട് ക്വസ്റ്റ്യനേ ചോദിക്കാതെ ആവണമെന്നും. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത് സെൻഡ് ഹിം ഔട്ട് ഓഫ് ദ ക്ലാസ്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഒരു കുട്ടിയെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നതോ അല്ലെങ്കിൽ കോൾ യുവർ പാരൻസ് അല്ലെങ്കിൽ ഗോ ടു ഹെഡ് മിസ്ട്രസ് റൂം എന്ന് പറയുന്നത് ഓപ്ഷൻസ് എല്ലാം വളരെ വളരെ മോശമാണ്. നമുക്ക് ആ കുട്ടിയെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ, നമുക്ക് എങ്ങനെ ആ കുട്ടിയെ ഹെൽപ്പ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എഗെയിൻ പറയുന്നു, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ, അതും ഇതുപോലുള്ള സിറ്റുവേഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 100% ഷുവറാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്താണ് ട്രിക്ക് ഉപയോഗിക്കേണ്ടത്? ട്രിക്കല്ല, ആസ് എ സെൻസ് നിങ്ങൾ റിയലായിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ ആ കുട്ടിയെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ആൻസർ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണോ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് മീൻസ്. സോ ഈ ഒരു ടേം നിങ്ങൾ എവിടെ കേട്ടിട്ടുള്ളത്? ലേവ് വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറിയിലാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഞാനൊരു 100 പ്രാവശ്യമല്ല 150 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ടേമിനെ പറ്റി. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്താണോ നമ്മൾക്കറിയുന്നത്, എന്താണോ നമുക്കറിയാതില്ലാത്തത്, അത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മീനിങ് തന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ടപ്പേന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ, ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ബിഹേവിയറൽ മെത്തേഡ്. ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ബിഹേവിയറൽ മെത്തേഡ് എന്നാണ് ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ബിഹേവിയറൽ മെത്തേഡിൽ നമുക്കുള്ള ആ ഒരു ഇമ്പോർട്ടൻസ്, കണ്ടിന്യൂറ്റി ബിഹേവിയറിൽ നമുക്കുണ്ടാവുന്ന ഇമ്പോർട്ടൻസ് ആണ്. സോ നമ്മൾ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ ഇങ്ങനെയല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ കറൻ്റ്ലി ഡു കമ്പയർഡ് ടു ദെയർ ലോങ് ടേം പൊട്ടൻഷ്യൽ. എന്താണോ ആ ഒരു ചൈൽഡ് ഇപ്പോൾ കറണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വെച്ച് കമ്പയർ ചെയ്യുകയാണ്, അവൻ്റെ ഒരു ലോങ് ടേം പൊട്ടൻഷ്യൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കലാണ്. നമുക്കറിയാം അതുമല്ല അതിൻ്റെ ആൻസർ എന്ന്. ആൻഡ് ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു ഓൺ ദെയർ ഓൺ ആൻഡ് വാട്ട് ദേ ക്യാൻ ഡു വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോർ നോളജബിൾ അതർ. ഈ ഒരു ടേമും നമ്മൾ
ലെവ് വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. മോർ നോളജബിൾ അതർ എന്ന് പറയുന്ന MKO എന്ന് പറയുന്ന ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് വിൽ ബി ദ കറക്റ്റ് ഓപ്ഷൻ. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണോ ആ കുട്ടിക്ക് അറിയുന്നത്, അതുപോലെ തന്നെ എന്താണോ മറ്റ് ഒരു അഡൽട്ടിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ മോർ നോളജബിൾ ആയിട്ട് ഒരു പേഴ്സണിൻ്റെ അടുത്തുനിന്ന് ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നത് എന്ന ഒരു പോയിൻ്റാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്കെല്ലാവർക്കും അറിയാം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് മീൻസ് ദാറ്റ് വാട്ട് യു നോ ആൻഡ് വാട്ട് യു ഡോണ്ട് നോ അത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ്. നിങ്ങളത് നോട്ട് ഡൗൺ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. കാരണം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് വളരെയധികം 100% ഷ്യൂരിറ്റി തരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദിസ് ടൈം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനിലെ ഒരു ടേമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ആൻഡ് ഇപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ടോപ്പ് മിനി സീരീസ് ഉണ്ട്. നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡെയിലി ടോപ്പ് മിനി സീരീസ്. അതിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെവ് വൈഗോട്സ്കിയുടെ ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ എല്ലാ പോയിൻറ്റ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ആ വീഡിയോ കാണുക, അതിൻ്റെ ഉള്ളിലെ നോട്ട്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് ഇറ്റ് വർക്ക്സ് വണ്ടർ. ദാറ്റ് ഈസ് 100% ഷുവർ. നൗ ലെറ്റ്സ് മൂവ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മളുടെ ടീച്ചിങ് മോഡൽസ് ഉണ്ട് അല്ലേ. ടീച്ചിങ് മോഡൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4 ടൈപ്സ് ഓഫ് മോഡൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് മോഡലിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ, ബിഹേവിയറൽ ഓൾട്ടറിങ് മോഡൽ, പേഴ്സണൽ ബയസസ് മോഡൽ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്നൊക്കെ പറഞ്ഞ്. ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് വരുന്നത് ടീച്ചിങ് മോഡൽ ടൈപ്സ് എന്ന് പറഞ്ഞ് തന്നെയാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. സോ കാണാത്തവർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർ ടോപ്പിക് മേ ബി ആസ്ഡ് ദിസ് ടൈം. ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ക്രിസ്പായിട്ട് തന്നെ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുള്ളാകും, അതുപോലെ തന്നെ യൂസ്ഫുള്ളാകും എന്ന് ഞാൻ കരുതുന്നു. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ ഞാൻ തന്നിരിക്കുന്നത്. ഞാനിവിടെ കറക്റ്റായിട്ടുള്ള പെയർ തന്നെ പെയർ ചെയ്ത് തന്നിട്ടുണ്ട് ഫോർ യുവർ ഈസി ആക്സസ്. സോ നമുക്ക് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് 4 ടൈപ്സ് ഓഫ് മോഡൽസ് ആണ് ഉള്ളത്. സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ, ബിഹേവിയറൽ ഓൾട്ടറിങ് മോഡൽ, പേഴ്സണൽ ബേസിസ് മോഡൽ ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ് ഓർഗനൈസർ മോഡലാണ്. അഡ്വാൻസ് ഓർഗനൈസർ എല്ലാവർക്കും അറിയാം, ഡേവിഡ് ഒസബലാണ് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഈ ഒരു മോഡൽ വരുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ഒരു അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൽ വരുന്ന ഒരു 2-3 മോഡൽസ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ഇൻഡക്റ്റീവ് തിങ്കിങ്, അഡ്വാൻസ് ഓർഗനൈസർ, എൻക്വയറി ട്രെയിനിങ് ആൻഡ് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യാൻ പോണ സിൻടെക്സ് എന്ന് പറയുന്നതും ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. ഇൻഡക്റ്റീവ് തിങ്കിങ് എന്നുള്ളത് ഹിൽഡ തബേഡയാണ്. അതുപോലെ തന്നെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ജെറോം ബെർണാൻ്റെയാണ്. ആൻഡ് അഡ്വാൻസ് ഓർഗനൈസർ ഡേവിഡ് ഒസബൽ. എൻക്വയറി ട്രെയിനിങ് മോഡൽ റിച്ചാർഡ് സെച്ച്മാൻ ആണ്. ആൻഡ് സെനറ്റെക് ആ ഒരു ടേം മെൻഷൻ ചെയ്തിട്ടുള്ളത് ബിൽ ഗോർഡൻ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അഡ്വാൻസ് ഓർഗനൈസറും അതുപോലെ സെനറ്റെക് എന്നുള്ള ടേമും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മെൻഷൻ ചെയ്തിട്ടുള്ള 2 ടേമും ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്ത കുറച്ച് ഓതേഴ്സിൻ്റെ പേര് ഇപ്പം ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ഗോ ബാക്ക് അടിക്കുക, എന്നിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. നോട്ട് ഡൗൺ ചെയ്യാത്തവരാണെങ്കിൽ ഞാനിതെല്ലാം 30 പ്രൊപ്പൗണ്ടേഴ്സിൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ടോപ്പ് മിനി സീരീസിലുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ സീരീസിലും ആ സെയിം വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു വീഡിയോയിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് വെച്ച് അത് റിവ്യൂ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും ഫോർ യുവർ കേരള സെറ്റ് 2021. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇനി നമുക്ക് ബാക്കി 2 പോയിൻറ്റ് മെൻഷൻ ചെയ്യാത്ത 2 പോയിൻറ്റ് കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ മോഡലിൽ വരുന്ന ഫാമിലിയിൽ വരുന്നത് ഒന്നാണ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ തന്നെ ബാലൻസ് വരുന്നത് മാസ്റ്ററി ലേണിംഗ് ആണ്. മാസ്റ്ററി ലേണിംഗ് പ്രപ്പോസ് ചെയ്തത് ബെഞ്ചമിൻ ബ്ലൂം ആണ്. ആൻഡ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ സെക്ഷൻ ഉണ്ട് അവിടെ, അത് പ്രപ്പോസ് ചെയ്തത് ടോം ഗുഡ് ആണ്. ആൻഡ് സിമുലേഷനെ പറ്റിയും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കാറൽ സ്മിത്ത് ആൻഡ് മേരി സ്മിത്ത് ആണ് അത് പ്രപ്പോസ് ചെയ്തത്.
ആൻഡ് സോഷ്യൽ ലേണിംഗ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ആൽബർട്ട് ബന്ദൂറയാണ് അത് പ്രൊപ്പോസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ആ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഫാമിലിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ ലാസ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് സ്ട്രെസ് റിഡക്ഷൻ മോഡൽ. സ്ട്രെസ് റിഡക്ഷൻ മോഡൽ ബിലോങ്സ് ടു പേഴ്സണൽ ബേസിസ് മോഡൽ. ഓക്കെ, സ്ട്രെസ് റിഡക്ഷൻ മോഡൽ വരുന്നത് പേഴ്സണൽ ബേസിസ് മോഡലാണ്. ഓക്കെ, ആൻഡ് അവിടെ വരുന്ന ബാലൻസ് കുറച്ച് മോഡൽസ് ഞാനൊന്ന് വേഗം മെൻഷൻ ചെയ്ത് പോകാം. നോൺ ഡയറക്റ്റീവ് മോഡൽ, എൻഹാൻസിങ് സെൽഫ് എസ്റ്റീം മോഡൽ പ്രപ്പോസ് ചെയ്തത് അബ്രഹാം മാസ്ലോ ആണ്. ഞാൻ നിങ്ങളോട് പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അബ്രഹാം മാസ്ലോ ഇസ് ഫേമസ് ഫോർ ഹിസ് തിയറി ഓഫ് മോട്ടിവേഷൻ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഞാനൊരു മോർ ദാൻ 5 ടൈംസോളം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, മോട്ടിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. അതിൻ്റെ പല നീഡ്സും പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഡു ഫോക്കസ് ദാറ്റ് ഏരിയ. തിയറി ഓഫ് മോട്ടിവേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര സ്ട്രെസ്സ് കൊടുത്ത് തന്നെ പഠിച്ചോളൂ കേട്ടോ. ആ ഒരു ടേം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അബ്രഹാം മാസ്ലോവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് മോട്ടിവേഷനും. ഓക്കെ, ദെൻ പിന്നെ ഒരു മോഡലിനെ പറ്റി പറയുന്നത് ക്രിയേറ്റീവ് മോഡലാണ്. ഇതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നത് പേഴ്സണൽ ബേസിസ് മോഡലാണ്. വില്യം ഗോർഡൻ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഓടിച്ചിട്ടാണ് പറയുന്നത്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചിങ് മോഡൽ എന്ന് പറഞ്ഞ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റിൽ ഉണ്ട് ഈ പറഞ്ഞ ടീച്ചിങ് മോഡൽ ഹെഡിങ് ആയിട്ടുള്ളത്. സോ ഡു വാച്ച് ദാറ്റ്, ഡു നോട്ട് സ്കിപ്പ് ദാറ്റ് വീഡിയോ ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ. ഓക്കെ, so now let's check out the next question. So my dear students, there is a good news for you people that നമ്മളുടെ ഈ ഒരു കേരള സെറ്റ് 2021 എക്സാമില്ലേ ഓഗസ്റ്റ് 14th, അത് കഴിയുമ്പോൾ തന്നെ ദ നെക്സ്റ്റ് ഡേ ഓഗസ്റ്റ് 15th തൊട്ട് നമ്മൾ NTA നെറ്റിൻ്റെ എക്സാമിൻ്റെ പേപ്പർ 1ൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ഡൗൺ ചെയ്യും. ഓക്കെ, സോ NTA നെറ്റിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ദിസ് ചാനൽ വിൽ ബി എ പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. ബിക്കോസ് നമ്മൾ കുറേ അധികം ടിപ്സും ട്രിക്സും എങ്ങനെ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇതുപോലെ തന്നെ നല്ല ഡെഡിക്കേഷനോട് കൂടി തന്നെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ സ്റ്റിക്ക് ഓൺ ടു കൊമേഴ്സ് ബൈറ്റ്സ് ആൻഡ് വി ക്യാൻ ക്രാക്ക് സിംപ്ലി ആൻഡ് ഈസിലി NTA നെറ്റ് 2021. ഓക്കെ, കേരള സെറ്റാണെങ്കിലും അതുപോലെ NTA നെറ്റാണെങ്കിലും നമുക്ക് പേപ്പർ 1 എന്നുള്ളത് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാവുന്ന കുറേ അധികം ടിപ്പും ട്രിക്കുമായിട്ട് കൊമേഴ്സ് ബൈറ്റ്സ് നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. സോ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ 2 എക്സാമും ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, and above all, believe in yourself that I can crack any exam which I am going to write എന്നുള്ളൊരു ബിലീഫ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉറച്ചു വേണം. അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമും, എന്ത് എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാമും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വി ആർ ഗോയിങ് ടു ദ 5th ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഞാൻ മെൻഷൻ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ NTA നെറ്റിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് നമ്മളുടെ കേരള സെറ്റ് 2021 എക്സാമിന് ഇതൊരു 2-3 ടൈംസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അസേർഷൻ തരും, അതുപോലെ തന്നെ റീസൺ തരും. അസേർഷൻ റീസണിങ് ചിലപ്പോൾ കേരള സെറ്റ് 2021 സ്റ്റുഡൻസിന് ഒരു ന്യൂ കോൺസെപ്റ്റ് ആയിരിക്കും. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അവരൊന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു റീസൺ തരും, ഒന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ മെൻഷൻ ചെയ്ത അസേർഷനും അതുപോലെ തന്നെ റീസണിങ്ങും. സോ നമുക്കതൊന്ന് നോക്കാം. അസേർഷൻ ഇവിടെ തന്നിരിക്കുന്നത് അഡോളസൻ ഇസ് എ പീരീഡ് ഓഫ് സ്ട്രോം ആൻഡ് സ്ട്രെസ്. നമുക്കെല്ലാവർക്കും അറിയാം അഡോളസൻ പീരീഡ് അല്ലേ. നമ്മളെല്ലാവരും ആ ഒരു പീരീഡ് കഴിഞ്ഞ് വന്നവരാണ്. ആ ഒരു പീരീഡിൽ നമുക്ക് വളരെ ദേഷ്യം, നമുക്ക് വളരെ വാശി, സ്ട്രെസ്സ്, ആകെ വല്ലാത്ത ദേഷ്യം, അങ്ങനെ ഇങ്ങനെ എന്നുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും നമുക്കപ്പോൾ ഉണ്ടാവുന്നത്. റൈറ്റ്, അഡോളസൻ എന്ന പീരീഡ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം സ്ട്രോം ആൻഡ് സ്ട്രെസ്. അവിടെ ആ ഒരു ഏജിൽ നമുക്ക് ഭയങ്കര വാശി, ദേഷ്യം, അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരും, അല്ലെങ്കിൽ പെട്ടെന്ന് ചിരിക്കും എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വന്നവരാണ്. സോ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യവുമല്ല അല്ലേ. സോ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള അഡോളസൻ ഈസ് എ പീരീഡ് ഓഫ് സ്ട്രോം ആൻഡ് സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഹൈറ്റനിലായിട്ട്, അതായത് ഏറ്റവും ടോപ്പിലായിരിക്കും നമ്മളുടെ ദേഷ്യവും വാശിയും അങ്ങനെയുള്ള നമ്മളുടെ ഫീലിങ്സ് എല്ലാം. ഓക്കെ, ആൻഡ് ദ ഓതർ പ്രൊവൈഡ്സ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സ്ട്രോം ആൻഡ് സ്ട്രെസ് വ്യൂ ആൻഡ് എക്സാമിൻ 3 കീ ആസ്പെക്ട്സ് ഓഫ് ദിസ് വ്യൂ.
ഇവിടെ ആ ഒരു സെൻറ്റൻസ് പറയാനുണ്ടായ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 3 കീ ആസ്പെക്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രോം ആൻഡ് സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺഫ്ലിക്റ്റ് വിത്ത് പാരൻസ്, നമ്മൾ പാരൻസായിട്ട് ഒച്ചയുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക ആ ഒരു ഏജിൽ, ഓക്കെ. അതുപോലെ തന്നെ മൂഡ് ഡിസ്റപ്ഷൻ, നമ്മൾക്ക് ചിലപ്പോൾ മൂഡ് സ്വിങ്സ് വരാം. ആൻഡ് റിസ്ക് ബിഹേവിയർ, നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഒരു റിസ്കി ക്യാരക്ടറായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മാറുന്നത്. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തു, ഓരോരുത്തരുടെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. സോ ആ ഒരു ടേം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു തോട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തു പോകുന്നത്. അതായത് അഡോളസൻ ഇസ് എ പീരീഡ് ഓഫ് സ്ട്രോം ആൻഡ് സ്ട്രെസ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു യൂട്ടിലൈസ് നോളജ് ആൻഡ് സ്കിൽ റീച്ചസ് ഇറ്റ് സമ്മിറ്റ്. സമ്മിറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റ് ദ ടോപ്പ്, അറ്റ് ദ ഹയസ്റ്റ് പോയിൻ്റ്, അറ്റ് ദ പീക്ക് പോയിൻ്റ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇവിടെ ഓപ്ഷനിൽ എപ്പോഴും ഈ 4 ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ആയിരിക്കും കേട്ടോ എപ്പോഴും അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ആൻഡ് അതിനുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ നമുക്ക് പുറകെ പറയാം. ആൻഡ് അപ്പോൾ ഇവിടെ വരുന്ന ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ബോത്ത് assertion and reasoning are true and R is the right explanation of A. Both assertion and reasoning are true and R is not the correct explanation of A. ആൻഡ് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. അതായത് അസേർഷനും ശരിയാണ്, അതുപോലെ തന്നെ റീസണും ശരിയാണ്. ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ള ആ ഒരു പോയിൻ്റാണ് ഇവിടെ ആപ്റ്റായിട്ട് വരുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റ് മനസ്സിലായി, ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അഡോളസൻ്റ് എന്ന് പറയുന്ന പീരീഡ് കുറേ സ്ട്രെസ്സും ഒരു കൊടുങ്കാറ്റ് പോലെയും അതുപോലെ തന്നെ ഒരു സ്ട്രെസ്, ഓക്കെ, അങ്ങനെയുള്ളൊരു ഏജ് ഗ്രൂപ്പാണ് അഡോളസൻ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, so now let's move to the last question. Distinguish features of standardized test from teacher made test. ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് മാത്രം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റും അതുപോലെ തന്നെ ടീച്ചർ മെയ്ഡ് ടെസ്റ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്കൊന്ന് നോക്കാം. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് പറയുന്ന പോലെ തന്നെ അതിന് വാലിഡിറ്റി ലെസ് വാലിഡ് ആയിരിക്കും ദാൻ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ക്ലാസ്സിൽ ടീച്ചർ ഇടുന്ന ടെസ്റ്റ് പേപ്പർ ഇല്ലേ, ക്ലാസ് ടെസ്റ്റ്, അതിനെയാണ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റും. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ കേരള സെറ്റിൻ്റെ എക്സാം, അതുപോലെ തന്നെ നമ്മളുടെ NTA നെറ്റിൻ്റെ എക്സാം, ഇതൊക്കെ ഒരു സ്റ്റാൻഡർഡൈസ് ടെസ്റ്റാണ്. ഓക്കെ, സോ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്കോറിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും. ആൻഡ് ഓൾ ഗെറ്റ് ഫിക്സ്ഡ്, ഒരു സ്റ്റാൻഡേർഡ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇപ്പം നമുക്ക് നമ്മളുടെ എക്സാമിന് തന്നെ 40 മാർക്സ് നമുക്ക് സെക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോവും, അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ നമ്മൾ മാർക്ക് നമുക്ക് പാസ്സാവാൻ പറ്റും എന്നൊക്കെ പറയുന്നില്ലേ. സോ അവിടെ ഒരു സ്റ്റാൻഡേർഡൈസ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരൊരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്ര ഏജ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റില്ല, ഇതുവരെയാണ് നമ്മളുടെ എലിജിബിലിറ്റി എന്ന്. സോ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റിനാണ് അങ്ങനെയുള്ള കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ, റൈറ്റ്. ഇനി നമുക്ക് ടീച്ചർ മെയ്ഡ് ടെസ്റ്റിലേക്ക് നോക്കാം. ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലാസ് ടെസ്റ്റ്, ടീച്ചേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന സാധാരണയുള്ള ക്ലാസ് ടെസ്റ്റ്. അപ്പോൾ ടീച്ചർ മെയ്ഡ് ടെസ്റ്റിൽ എങ്ങനെയാണ് നമുക്കൊരു ക്ലാസ്സിൻ്റെ ഒരു കാര്യങ്ങളെ ഒന്നും അറിയാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ എത്ര പിള്ളേർക്കാണോ ഈ ഒരു സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അത്ര പിള്ളേരുടെ ആ ഒരു ലെവല് അവരെത്രത്തോളം പഠിച്ചു എന്നുള്ള ഒരു ഐഡിയ നമ്മൾക്ക് കിട്ടും. സോ നിങ്ങൾക്ക് സ്റ്റാൻഡർഡൈസ് ടെസ്റ്റും അതുപോലെ തന്നെ ടീച്ചർ മെയ്ഡ് ടെസ്റ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് വളരെയധികം സിമ്പിളാണ്. നമുക്ക് ആ ഒരു വേർഡിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്ന ടേം തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് നമ്മളുടെ സാധാരണ ക്ലാസ്സിൽ ടീച്ചർ എടുത്തുകൊണ്ടിരുന്ന ടെസ്റ്റ് പേപ്പേഴ്സ്. സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് കുറച്ച് സ്റ്റാൻഡേർഡ് ഇട്ട്, അതായത് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഇത്ര മാർക്ക് അവർ അബോവ് സെക്യൂർ ചെയ്യണം. പക്ഷേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മൾ ഫോളോ ചെയ്ത് അതുപോലെ ടെസ്റ്റിന് അപ്പിയർ ചെയ്യണം എന്നുള്ളതാണ് സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ടോപ്പിക് ഇസ് ഓൾ ക്ലിയർ. ആൻഡ് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു 6 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ്. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. That's it. Thank you.